ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പ്ലെൻഡിഡ് ഡേയ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ കൂട്ടായി ബീച്ചാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കൂട്ടായി എന്ന് പറഞ്ഞ സ്ഥലം മലപ്പുറം തിരൂർ ഭാഗത്താണ് ഉള്ളത്. മലപ്പുറം ജില്ലയിൽ തിരൂർ ഭാഗത്താണ് ഉള്ളത്. അപ്പോൾ ഇതൊരു അഴിമുഖമാണ്. അപ്പോൾ ഭാരതപ്പുഴയും പിന്നെ കടലും കൂടി ചേരുന്ന ഒരു ഭാഗമാണ് കൂട്ടായിയിൽ. അപ്പോൾ ഈ ബീച്ച് ഒരു വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ബീച്ചാണ്. അപ്പോൾ അതിനോട് ചേർന്ന് പാർക്കും ഉണ്ട്. അപ്പോൾ കുട്ടികളെയും കൊണ്ടൊക്കെ നമുക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ബീച്ച്. അപ്പോൾ കൂട്ടായി ബീച്ചിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ എൻട്രൻസ് ആണിത്. ഗാർഡൻ അത്ര മെയിൻറ്റൈൻഡ് അല്ല. പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റും കൊണ്ടൊക്കെ ആയിരിക്കും അത്ര ഒരു ഭംഗി അതിനില്ല. ഇപ്പോൾ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. അധികം തന്നെ സീസണൽ പ്ലാന്റ്സ് ആണ്. അപ്പോൾ അത് ഒരു പോലെ പ്രൂൺ ചെയ്യാതെയൊക്കെ കുറച്ച് കൂടുതൽ വളർന്നിട്ടൊക്കെയാണ് ഉള്ളത്. ഞങ്ങളൊരു ഈവനിങ്ങിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. ഒരുപാട് റഷ് ഇല്ല, എന്നാലും അത്യാവശ്യം നല്ലപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ പാർക്കും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പുഴയിലൂടെ ബോട്ടിംഗ് സർവീസൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പാസഞ്ചർ ബോട്ട് പോലെയാണ്. അതിലും കുറേ ആൾക്കാർ കയറുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആ ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് തന്നെയുള്ള ചിൽഡ്രൻസ് പാർക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അവിടെ കുട്ടികൾക്ക് എൻട്രൻസ് ഫീ ആയിട്ട് പ്രത്യേകിച്ചില്ല. അപ്പോൾ കയറുന്ന എല്ലാ റൈഡിനായിട്ടും കൂടിയിട്ട് 50 റുപ്പീസേ ഉള്ളൂ. ഓരോ റൈഡിനായിട്ടും സെപ്പറേറ്റ് ഒന്നും വാങ്ങുന്നില്ല. പിന്നെ തീരെ ചെറിയ കുട്ടികൾക്കൊന്നും അവരങ്ങനെ ക്യാഷ് മേടിക്കുന്നില്ല. നമ്മൾ പൊതുവേ ഇങ്ങനത്തെ എല്ലാ എക്സ്പോകളിലൊക്കെ പോകുമ്പോൾ ഓരോ റൈഡിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പേ ചെയ്തിട്ടൊക്കെയാണ് കയറാറ്. പക്ഷേ ഇവിടെ അധികം തന്നെ എയർ ബാഗ്സ് പോലത്തുള്ള പ്ലേ ഏരിയാസാണ്. പിന്നെ വാട്ടർ ഗെയിംസും ഉണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടിയിട്ട് ഒരു 50 റുപ്പീസേ വാങ്ങിയിട്ടുള്ളൂ എൻട്രൻസ് ഫീ ആയിട്ട്. ഈ വാട്ടർ ഗെയിംസിലൊക്കെ അവർ 5 to 8 ഇയേഴ്സൊക്കെയുള്ള കുട്ടികളെയാണ് കയറ്റുന്നത്. കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലായിടത്തും ഗെയിം അസിസ്റ്റൻസ് ഉണ്ട്. വോളണ്ടിയേഴ്സ് ഒരുപാട് പേരുണ്ട്, സ്റ്റാഫ്. അപ്പോൾ അപകടങ്ങളൊക്കെ വളരെ കുറവാണ്. അങ്ങനെ എല്ലാ ഭാഗത്തും തന്നെ നമ്മളെ അറ്റൻഡ് ചെയ്യാൻ ആൾക്കാരുണ്ട്. പിന്നെ ഇങ്ങനെ കുറച്ച് അമ്യൂസ്മെൻറ്റ് പോലെയുള്ള റൈഡിനൊക്കെ അവർ സെപ്പറേറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ, ക്യാഷ്. എന്നാലും അവിടെയൊക്കെ തന്നെയും ആൾക്കാരുണ്ട്, അത്യാവശ്യം കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, പിന്നെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറെ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.